നമുക്ക് ഇവിടെ നല്ല രാത്രി പോയി നോക്കാം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് കാണിച്ചു കൊടുത്തവർക്ക് നമുക്ക് പേടിയില്ലെന്ന്. ഇവിടെ കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് ഇറങ്ങാൻ ഞാൻ കണ്ടേ. എനിക്ക് പേടിയാവണ്ട കേട്ടോ. തൊട്ടോ ഒരാൾ കൃതി ഞങ്ങളൊന്ന് മതി. ഇനി ഞങ്ങളുടെ പുറത്തുനിന്ന് അത്രയും ഞങ്ങൾക്ക് സന്തോഷമില്ല. ഞങ്ങൾ നാളെ തന്നെ പോകാം. ആരും എങ്ങോട്ടും പോകണ്ട. നിങ്ങൾ പകുതി എന്തിനാ പോവാൻ നാളെ അവരോട് ചുറ്റിടത്തൊക്കെ അന്വേഷിക്കാം. എന്താണ് വീട്ടിലെ പ്രശ്നം ആർക്കെല്ലാം നിങ്ങൾ അറിയാമല്ലോ. പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അത്രയും നല്ലത്. എന്തിനും വേണം നേട്ടം പോയില്ല അവരോട്. ഇവിടെ നിങ്ങൾക്ക് കൂട്ടാലും വേണ്ടേ, അതുകൊണ്ട് എന്നെ നിർത്തിട്ട് പോയി. നല്ല ബെസ്റ്റാണ് ഞങ്ങൾക്ക് കൂട്ടുകെടുത്തി. അമ്മാമ്മ ഈ അവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. പക്ഷെ ഞങ്ങളിപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ്. ഞങ്ങൾ ആ വേണാട്ട് മനയിൽ താമസിക്കുന്നവരാ. ആ മനയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുത്തശ്ശിയുടെ അറിവിൽ? അത് മുത്തശ്ശി ഒന്നും പേടിക്കണ്ട. അറിവുള്ളത് എന്തും പറയാം. ഞങ്ങൾക്കതൊരു സഹായമാകും. അത് അവിടെ പണ്ട് വളരെ പണ്ട് ആ സ്ഥലം ഒരു ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ ആയിരുന്നു. ഒരു ശുദ്ധ ബ്രാഹ്മണൻ. അങ്ങയുടെ ഒരു കുഞ്ഞു കുടിലായിരുന്നു അവിടെ. വളരെ പവിത്രമായ സ്ഥലമായിരുന്നു അത്. അദ്ദേഹം അവിടെ കുഞ്ഞുങ്ങൾക്ക് അറിവ് വേദങ്ങളിലൊക്കെ പകർന്ന് ജീവിച്ചു പോകുന്നത്. പക്ഷേ രാജകുടുംബം ആ സ്ഥലം കൈക്കലാക്കാൻ ആ ബ്രാഹ്മണനെ കൊന്നു. ബ്രഹ്മഹത്യ നടത്തി അദ്ദേഹത്തിന്റെ കുടില് നശിപ്പിച്ചു. എന്നിട്ട് അന്നത്തെ രാജകുമാരിക്ക് ഭർത്താവിനെ താമസിക്കാൻ അവിടെ മന നിർമ്മിച്ചു. പക്ഷേ അവർക്ക് അവിടെ സമാധാനമായി ജീവിക്കാനായില്ല. ആ കുമാരിയുടെ ഭർത്താവിന് ദുർമരണമായിരുന്നു. പിന്നീട് ഓരോ അനർത്ഥങ്ങൾ കൊണ്ട് ആ മന കൈമാറിയാണ് മഹാദേവ മേനോന്റെ കയ്യിലെത്തിയത്. ആ അത് ഞങ്ങളുടെ അച്ചാച്ചനാണ്. ആണോ? അത് നന്നായി. അതെന്താ മുത്തശ്ശി? ഈ മഹാദേവ മേനോൻ അന്നത്തെ കാലത്തെ വലിയ പ്രമാണിയായിരുന്നു. പക്ഷെ ഈ മനയില് അവർക്കും ഉണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ. അവരുടെ മക്കളൊക്കെ പുറം രാജ്യങ്ങളിൽ പോയാണ് പഠിച്ചതും വളർന്നതൊക്കെയല്ലോ. ഞങ്ങളുടെ അച്ഛന്മാരാ. അറിയാം. മഹാദേവന്റെ അനിയത്തി ലക്ഷ്മിയുടെ ഭർത്താവ് എന്തായിരുന്നു പേര്? വിഷ്ണു. ആ വിഷ്ണു അങ്ങേരുടെ പാവം മനുഷ്യനായിരുന്നു. ഒരു ദിവസം അങ്ങേരുടെ ജഡമാണ് കണ്ടുകിട്ടിയത്. അതിനുശേഷം മഹാദേവന്റെ ഭാര്യ പിന്നെ അവിടെ ചില ജോലിക്കാരും മരിച്ചു. എന്നിട്ട് ഒരു ജ്യോത്സ്യരെ കണ്ടപ്പോ ആ ബ്രാഹ്മണന്റെ ആത്മാവാണ് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് പ്രതിനിധിയായി മറ്റൊരു ബ്രഹ്മഹത്യ കൂടെ നടത്താനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ചാച്ചൻ നടത്തിയോ? നടത്തി. മറ്റൊരു ബ്രഹ്മഹത്യ കൂടെ നടത്തി. പക്ഷെ പ്രശ്നം കൂടിയെന്നല്ലാതെ മാറ്റമൊന്നും ഉണ്ടായില്ല. അവസാനം ലക്ഷ്മിയും മരിച്ചു. മഹാദേവന്റെ ശരീരവും തളർന്നു പോയി. അങ്ങനെ എല്ലാവരും കൂടെ മനാടച്ചു കൂട്ടി നാടുവിട്ട് പോവുകയും ചെയ്തു. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ മുത്തശ്ശി? നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്കും പിള്ളേരെ, ഇല്ലെങ്കിൽ നിങ്ങളെയും കൊല്ലും. നല്ല പിള്ളേരായിട്ട് നിന്നാൽ പിന്നെയും കുഴപ്പമില്ലായിരിക്കുമെന്ന് തോന്നുന്നു. അറിയില്ല മക്കളെ, എന്താണേലും നിങ്ങളെ രക്ഷപ്പെടും. ശരി മുത്തശ്ശി. അപ്പൊ ഈ പെൺപ്രേതം ഉള്ളത് ഏതോ? അതവർക്ക് വേഷം മാറാലോ. ഇനി അച്ചാച്ചൻ കൊന്നത് പെണ്ണിനാണേലും. എന്നാലും ഈ അച്ചാച്ചനെതിരെ മണ്ടത്തരമാണല്ലോ കാണിച്ചേ. ഒരു ബ്രഹ്മത്തിലെ പൊല്ലാപ്പ് തീർക്കാൻ വേറൊരെണ്ണം കൂടെ ചെയ്തു. അതും തലയിലെടുത്ത് വെച്ച്. ഭയങ്കര ബുദ്ധി തന്നെ. ദേവേട്ടൻ അച്ചാച്ചന്റെ ബുദ്ധിയാണെന്നല്ലേ പറയണേ? എനിക്ക് തോന്നണേ അച്ചാച്ചന്റെ ബുദ്ധി മാധുവിനാണെന്ന്. കുഞ്ഞിനെ പറ്റി ചുമ്മാ അനാവശ്യം പറയല്ലേ. എന്തേടാ നിനക്ക് പിടിച്ചില്ലേ? അവനില്ലാത്ത സാധനത്തിനൊക്കെ അവന്റെ തലയിൽ കെട്ടിവെക്കല്ലേ. പാവം. അവനില്ലാത്ത നേരം നോക്കി അവനെ ട്രോളനെ. ദൈവമേ, അവനെ അവൾമാരെ ഏൽപ്പിച്ചിട്ട് പോന്നേക്കുവാ നമ്മള്. വേഗം വാ. എടാ മാധു, കൃതിനെ കണ്ടോ? ഇല്ലല്ലോ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കണം? അവളുടെ സ്വഭാവത്തിന് വല്ലയിടത്തും സർക്കസ് കാണിച്ചോണ്ട് നടപ്പുണ്ടാവും. നിനക്ക് ഞാൻ നോക്കാം. കൃതി, നീ കൃമി. കൃതിയല്ലേ ഇത്? എന്താടാ? കൃതി കിണറ്റി ചാടി. ആരെങ്കിലും കഥ ഒന്ന് തുറക്കൂ പ്ലീസ്. ഇവനെന്തോ ഓടി വരണേ?
എന്താടാ? കൃതി കിണറ്റി ചാടി. കൃതി ഡാ സൂക്ഷിച്ചേ. ആ അവളുമാരൊക്കെ എന്തേ? അവരെ അകത്ത. ഐഷ്, എടാ ദേവ, അവരെ കൊണ്ട് അകത്തേക്ക് വാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഡാ മാധു വാ. കൃതി ഐഷ്, അവക്കൊന്നുമില്ല, നീ ചെല്ലേ. ഡീ അപ്പു, ഇതാരടച്ചേ? അവൾക്കൊന്നുമില്ല, അവളെ കേശു രക്ഷിച്ചോളൂ. നീ കരയല്ലേ? ഒന്നുമില്ല. ബാക്കി അവളുമാരൊക്കെ എന്തേ? ഇന്ദുചി, ശ്രീ, എവിടെയാ നിങ്ങള്? ആരാ? എവിടെ പോയി? ഇന്ദു, 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 പേടിക്കണ്ട, നീ ഓക്കെയാണോ? ഹേ, ഒന്നുമില്ല. എടാ ദേവ, ഇന്ദു ഓക്കെയാണോ? അയ്യോ, നമുക്ക് പോയി നോക്കാം. വാ. ആ വാ. ശ്രീ, നീ ഇത് ഏതിലാ വന്ന്? എനിക്കറിയില്ല, എനിക്ക് പേടിയാകുന്നു. എന്നെ ഒന്ന് കൊണ്ടുപോകും. വാ വാ, പോക, പേടിക്കണ്ട, വാ. കേശു, കൃതി എവിടെ? അവളുള്ളിൽ കാണുന്നില്ല. ഞാൻ കുറെ നേരം കൊണ്ട് നോക്കുക. അവള് ചാടിയെന്നത് ഉറപ്പാണോ? മാധവാണ് ചാടിയെന്ന് പറഞ്ഞേ. മാധവ് ശ്രീരന്തി. കേശു, നീ ഒന്നുകൂടെ നോക്കിയേ. ആ, ഏതേട്ടാ? ആ മാധു, ശ്രീ ഓക്കെ അല്ലേ? അയ്യോ കൃതി. ആ എടാ, കേറി വാ. കൃതി, കേശു, നീ ഓക്കെയാണോ? ഏതേട്ടാ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സത്യം പറഞ്ഞ ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നതിന്റെ ഒരു ലക്ഷണവും ഇവളി കാണുന്നില്ല. അവളുടെ വായിൽ പോലും വെള്ളം കയറിയിട്ടില്ല. ബട്ട് ഷീസ് ജസ്റ്റ് അൺകോൺഷ്യസ്. എന്നാലും ഇവളെന്തിനാ വെള്ളത്തിൽ ചാടി? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? ഞാൻ മാധവന്റെ കൂടെ ആയിരുന്നു. കൃതി ചാടിയെന്ന് പറഞ്ഞ് ഇവൻ ഓടി, പിന്നാലെ ഞാനും ഓടിയതാ. ഇവൻ ഇറങ്ങിയതും ആ ഡോർ താനെ അടഞ്ഞ് എന്നെ അകത്ത് ലോക്കാക്കി കളഞ്ഞു. പക്ഷെ പിന്നെ ഏതോന്ന് എന്നെ തുറന്നു വിട്ടെ. ഞാൻ അപ്പുന്റെ ഒച്ചയായിട്ടിട്ട് ഓടിച്ചെന്ന് മുറി കയറി. പക്ഷെ പിന്നെ സത്യം പറഞ്ഞ എനിക്ക് ഒന്നും ഓർമ്മ പോലും വരുന്നില്ല. വേരുറച്ച പോലെ ഞാൻ അവിടെ നിന്നുപോയി. എന്തൊക്കെയോ എന്റെ മേത്തേക്ക് വന്നിടിച്ച് പേടിച്ച് ഞാൻ അലറി. അതിനെനിക്ക് പറ്റിയുള്ളൂ. അപ്പോഴാ ദേവേട്ടൻ വന്നേ. ഞാൻ ഒച്ചയായിട്ട് മുറിന്നിറങ്ങി ഓടിയതാ. അപ്പൊ തൊട്ട് ഞാനൊരു ലൂപ്പിലായിരുന്നു. ഓടി എത്തുന്നത് ഒരേ സ്ഥലത്ത്. അവസാനം ഒരു 8 ഓടി വന്ന് കേറിയപ്പോ ആ മുറിയില് മാധവനെ കണ്ട്. ഗൈസ്, നിനക്കും ഉണ്ടോ പറയാ? ഐഷ്, ഇത് വലിയ പൊല്ലാപ്പായല്ലോ. അച്ചാച്ചൻ ഒപ്പിച്ചു വെച്ച ഓരോ പണികളെ. അതെന്താ? നമ്മുടെ അച്ചാച്ചൻ ഇത്ര പൊട്ടനായി പോയല്ലോ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടത് നമ്മളാ. കേശു, നീ എന്തെങ്കിലും മിണ്ടാതിരിക്കണേ? അത് ഞാൻ മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തലവേദന ഉണ്ട്. കൃതീച്ച് എന്തിനാ കിടത്തി ചാടി?
നിങ്ങളിങ്ങനെ കൂടുതൽ ചോദിച്ചാൽ അവള് ബുദ്ധിമുട്ടിക്കണ്ട. അവളെ മുറി കൊണ്ട് കിടത്തും. ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്ക്. ദേവേട്ടാ പേടിക്കണ്ട, ചെല്ല്, ഒന്നും വരില്ല. വാ കൃതി. അച്ചാക്ക് മൊത്തം അവളുമാരുടെ നേരെയാണല്ലോടാ. എന്നാലും ഇപ്പൊ എനിക്ക് ശരിക്കും നല്ല പേടിയാവുന്നുണ്ട്. കേശു, എടാ നീ എന്തൊന്നും മിണ്ടാത്തെ? ഏട്ടാ, എനിക്ക് ഒരു ഡൗട്ടുണ്ട്. എന്ത്? ഐ തിങ്ക് കൃതി ഈസ് പൊസസ്ഡ്. എടാ, കൃതിയുടെ മേത്ത് ബാധ കൂടിയിട്ടുണ്ട്.